സ്തുതി. ലോകം മുഴുവൻ ഫലങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഫലങ്ങൾ നൽകാൻ കഴിവുള്ള ഒരു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ആഗതമാകുന്ന ഒരു ക്രിസ്മസ്, അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് നമുക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം കടന്നു വരാം. ഫലദായകമായ അനുഗ്രഹങ്ങൾ നൽകുന്ന, ലോകത്തിന് തന്നെ അനുഗ്രഹമായി മാറാൻ വേണ്ടി വിളിക്കപ്പെട്ട നമുക്ക് ഫലങ്ങൾ നിറഞ്ഞൊരു ജീവിതത്തിനു വേണ്ടി ക്രിസ്തുവിനെ ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ജീവൻ്റെ ദൈവമേ, ഫലങ്ങളുടെ പൂർണ്ണതയെ ജീവിതം അനുഗ്രഹമാക്കി മാറ്റാൻ അമ്മമാരുടെ ഉദരങ്ങളിൽ ഞങ്ങൾക്ക് ജന്മം നൽകിയവനെ, നിന്റെ മുമ്പാകെ ഞങ്ങളുടെ ജീവിതങ്ങളെ തുറന്നു വയ്ക്കുന്നു. കൂടുതൽ ഫലപ്രദമാകാൻ, 100 മേനി ഫലമുള്ളവരായി മാറാൻ ഇതാ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈശോയെ നിന്നെ ക്ഷണിക്കുന്നു. നീ കടന്നു വരണമേ. നീ ഞങ്ങളുടെ ചുവടുകളച്ച് വളമിട്ട് അനേകർക്ക് അനുഗ്രഹപ്രദമായ ജീവിതങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കൂടുതൽ മിഴിവുള്ള ജീവിതം, കൂടുതൽ അനുഗ്രഹമുള്ള ജീവിതം, ലോകത്തിന് അനുഗ്രഹപ്രദമായ ഒരു ജീവിതമാക്കി മാറ്റാൻ സ്നേഹിക്കുന്ന ക്രിസ്തുവേ കടന്നു വരണമേ. ഹൃദയപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമൃദ്ധമായേകു സമൃദ്ധമായേകു ആത്മാവിൻ കൃപകൾ, സമൃദ്ധമായി സമൃദ്ധമായേകു സമൃദ്ധമായേകു ആത്മാവിൻ കൃപകൾ, സമൃദ്ധമായി സമൃദ്ധമായേകു സമൃദ്ധമായേകു ആത്മീയ ജീവൻ, സമൃദ്ധമായി സമൃദ്ധമായേകു സമൃദ്ധമായേകു ആത്മീയ ജീവൻ, സമൃദ്ധമായി. വിശ്വസ്തയോടെ നിന്നെ വിളിച്ച ദൈവം ഇന്ന് കാത്തിരിക്കുകയാണ്. ജീവിതത്തിൽ ഫലമുള്ളവരാകാൻ, ജീവിതത്തിൽ ഗുണമുള്ളവരാകാൻ, ജീവിതത്തിൽ അനുഗ്രഹമുള്ളവരായി മാറാൻ വിശ്വസ്തനായ ദൈവത്തെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആഗ്രഹത്തോടെ സമൃദ്ധമായ ഫലം നൽകണമേ എന്ന് ഹൃദയപൂർവ്വം പാടി പ്രാർത്ഥിക്കാം. വിളിച്ച ദൈവം കൈവിടില്ല, മറുകര കാട്ടാതെ പോവുകില്ല. വിളിച്ച ദൈവം കൈവിടില്ല, മറുകര കാട്ടാതെ പോകില്ല. വിതച്ചു കൊയ്യാൻ, അറ നിറയ്ക്കാൻ കൃപയേകുന്നവൻ സർവശക്തൻ. വിതച്ചു കൊയ്യാൻ, അറ നിറയ്ക്കാൻ കൃപയേകുന്നവൻ സർവശക്തൻ. സമൃദ്ധമായേകു സമൃദ്ധമായേകു ആത്മാവിൻ കൃപകൾ, സമൃദ്ധമായി സമൃദ്ധമായേകു സമൃദ്ധമായേകു ആത്മാവിൻ കൃപകൾ, സമൃദ്ധമായി. വിശ്വസ്തനാകും എൻ്റെ ഈശോ, വിളിപ്പുറത്തവൻ ഓടിവരും. വിശ്വസ്തനാകും എൻ്റെ ഈശോ, വിളിപ്പുറത്തവൻ ഓടിവരും. വിടുതലേകും തൻ ഭുജത്താൽ വിജയിയായി എന്നെ മാറ്റിടും. വിടുതലേകും തൻ ഭുജത്താൽ വിജയിയായി എന്നെ മാറ്റിടും. സമൃദ്ധമായേകും
ആത്മാവിൻ കൃപകൾ സമൃദ്ധമായി സമൃദ്ധമായേകും സമൃദ്ധമായേകും ആത്മാവിൻ കൃപകൾ സമൃദ്ധമായി. ദാഹത്തോടെ പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ചുവടുകളെന്ന് നീ കിളച്ച് വളമേകണമേ. നൂറുമേനി ഫലത്തിനു വേണ്ടി അനുഗ്രഹമായി മാറാൻ വിളിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിൽ അനേകം കൃപകൾ കൊണ്ട് നിറയാൻ ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഫലങ്ങളൊന്നും തന്നിടാത്ത എൻ ജീവിതത്തെ തന്നിടുന്നേ. ഫലങ്ങളൊന്നും തന്നിടാത്ത എൻ ജീവിതത്തെ തന്നിടുന്നേ. ചുവടു കിളച്ചു വളമിടുവാൻ ഈശോനാഥ വന്നിടണേ. ചുവടു കിളച്ചു വളമിടുവാൻ ഈശോനാഥ വന്നിടണേ. സമൃദ്ധമായേകും സമൃദ്ധമായേകും ആത്മാവിൻ കൃപകൾ സമൃദ്ധമായി സമൃദ്ധമായേകും സമൃദ്ധമായേകും ആത്മാവിൻ കൃപകൾ സമൃദ്ധമായി. പൂർണ്ണമായി ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വചനം പറയുന്നു, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനാണ്, കള്ളൻ വരുന്നത് നശിപ്പിക്കാനാണ്, ഇല്ലായ്മ ചെയ്യാനാണ്. ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവനുണ്ടാകാൻ, അത് സമൃദ്ധമായി ഉണ്ടാകാനാണ്. നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, നഷ്ടപ്പെട്ടു പോയ ജീവിതം, തകർക്കപ്പെട്ടു പോയ ജീവിതം, ലോകത്തിന് കുടുംബത്തിന് ഭാരമായി തീർന്ന ജീവിതം, വെട്ടിമാറ്റപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ ജീവിതം ദാ സമർപ്പിക്കുന്നു. ഇന്ന് നിന്റെ ജനനത്തിലൂടെ എനിക്ക് വീണ്ടും ജീവൻ നൽകണമേ. എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഫലങ്ങൾ വീണ്ടും ഉണ്ടാകട്ടെ. ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഇതാ ക്രിസ്തു ജനിക്കാൻ പോകുന്നു. ഇതാ ക്രിസ്തു നിന്നെ തേടി വരികയാ. അത് നിന്നെ നശിപ്പിക്കാനല്ല, നിന്റെ പാപത്തിൻ്റെ കണക്കെടുക്കാനല്ല. സ്നേഹമുള്ളവൻ വരികയാ. എന്തേ ഫലമില്ലാത്തത്? നൂറുമേനി ഫലം നൽകാൻ, ജീവൻ സമൃദ്ധമായി ഉണ്ടാകാൻ പൂർണ്ണമായി സമർപ്പിക്കാം. എൻ്റെ ദൈവമേ, എന്നെ സഹായിക്കണമേ. ഫലങ്ങളൊന്നും കായ്ച്ചിടാത്ത പടുവൃക്ഷമായി മാറ്റിടല്ലേ. ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഫലങ്ങളൊന്നും കായ്ച്ചിടാത്ത പടുവൃക്ഷമായി മാറ്റിടല്ലേ. ആത്മഫലങ്ങൾ അനുദിനവും അടിയനിൽ നിറച്ചേകിടുക. എല്ലാവരും ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ആത്മഫലങ്ങൾ അനുദിനവും അടിയനിൽ നിറച്ചേകിടുക. സമൃദ്ധമായേകും സമൃദ്ധമായി. ദാഹത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കൃപകൾ സമൃദ്ധമായി. ഓ ദൈവമേ, സമൃദ്ധമായി ഫലമുള്ള വൃക്ഷമായി മാറ്റണമേ. ശക്തിയുള്ള വൃക്ഷമായി മാറ്റണമേ. സമൃദ്ധമായേകണമേ. സമൃദ്ധമായേകും വിശ്വാസത്തോടെ പ്രത്യാശയോടെ നൂറുമേനി ഫലത്തിനു വേണ്ടി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തെ തേടിയിറങ്ങുകയാണ്. അത് നശിപ്പിക്കാനല്ല, നേടുന്നതിനു വേണ്ടി. യോഹന്നാന്റെ ലേഖനം 10-ാം അധ്യായം 10-ാമത്തെ വചനം പറയുകയാണ്, നഷ്ടപ്പെടുത്താനല്ല, മാറ്റി നിർത്താനല്ല,
പാപത്തിൻ്റെ കണക്കെടുക്കാനല്ല, മറിച്ച് നിന്നെ തേടി അവൻ വരുന്നത് വീണ്ടും നിനക്കൊരു വസന്തകാലം ഉണ്ടാകാൻ. മരുഭൂമിയിൽ ജീവിക്കുന്ന നിനക്ക് അനേകം ഫലങ്ങൾ ഉണ്ടാകാൻ, മണലാരണ്യം പോലെയായ നിന്റെ ജീവിതം വീണ്ടും നദികളെ കൊണ്ട് നിറയാൻ ദൈവം വരികയാണ്. ഈശോയനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഇന്ന് ദൈവം നമ്മെ ഒരുക്കുകയാണ്. ക്രിസ്മസ് അതാണ്, ഫലങ്ങൾ നൽകുന്ന ഒരു ജീവിതം. പ്രിയപ്പെട്ട ഒരു വചനത്തിൽ നോക്കുകയാണെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സ്ത്രീയുടെ അവസ്ഥ ഇങ്ങനെയാ പറയുന്നത്. 25-ാമത്തെ വചനം, 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം, എന്തുമാത്രം ദുരിതമായിരിക്കും. 12 വർഷമായി രക്തസ്രാവത്താൽ കഷ്ടപ്പെട്ടിരുന്ന അപമാനിതയും നിന്ദിതയുമായ ഒരു സ്ത്രീ. പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ ഒരു പ്രതിനിധിയായിരിക്കാം. ദൈവം വരികയാണ്, എന്നിട്ട് പറയുകയാണ്, പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാകുകയാണ് ചെയ്തത്. ദൈവങ്ങളായ ദൈവങ്ങളോട് മുഴുവൻ പ്രാർത്ഥിച്ചു, ചെല്ലാവുന്ന പ്രാർത്ഥനകൾ മുഴുവൻ ചൊല്ലി, ഉപവാസമായിരുന്നു, ഒരു ഫലമില്ല. വിഷമ പിന്നെയും വേദനയാ പിന്നെയും. ഫലരഹിതമായി തകർക്കപ്പെടാനാണോ എൻ്റെ വിധി എന്ന് ചോദിക്കുന്ന അനേകരുടെ മുമ്പിലേക്ക് ഇതാ ഒരുവൻ വരികയാണ്. യേശുക്രിസ്തു, നസ്രായനായ യേശുക്രിസ്തു കടന്നു വരികയാണ്. അവൻ പറയുകയാണ്, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനാണ്, കള്ളൻ വരുന്നത് നശിപ്പിക്കാനാണ്, കള്ളൻ വരുന്നത് ഇല്ലായ്മ ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധമായി ഉണ്ടാകാനാണ്. ക്രിസ്മസ് സമൃദ്ധിയുടെ ജീവിത വിജയത്തിൻ്റെ അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ട ജീവിതങ്ങളുടെ ആഘോഷത്തിൻ്റെ ദിവസമാണ്. ക്രിസ്തുവിനെ കണ്ടെത്തിയവരെല്ലാം ജീവിതം ആഘോഷപൂർണ്ണമാക്കി മാറ്റിയെങ്കിൽ അവരെല്ലാം ലോകത്തിന് അനുഗ്രഹപൂർണ്ണമാക്കി അവരുടെ ജീവിതം മാറ്റി എന്നുള്ളതാണ്. അത് ക്രിസ്തു എന്ന വ്യക്തി അവരുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുക. പ്രിയപ്പെട്ടവരെ, എഫെസസുകാരുടെ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. അടിസ്ഥാനമിട്ട് ഉറപ്പിക്കേണ്ട വചനം. നമ്മൾ ഓരോരുത്തരും ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മൾ, ഒഴിവാക്കപ്പെടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മൾ, ഒരു ഫലമില്ല എന്ന് കണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട നമ്മൾ, തോറ്റുപോയി എന്ന കാരണത്താൽ എവിടെ എത്തപ്പെടാൻ പറ്റാത്ത നമ്മൾ പറയുകയാണ്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, we are created in the likeness and image of God. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നിന്നെ കണ്ട ദൈവത്തെ പോലെയുണ്ടെന്ന് വിളിക്കപ്പെടാൻ മാത്രം വ്യതിരക്തമായി ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെട്ടവനാണ് ഞാൻ. പറയാണ്, നീ ദൈവത്തിൻ്റെ കരവേലയാണ്. നിന്നെ കണ്ടതിനെ അറിയാം നീ ദൈവത്തിൻ്റെതാണെന്ന്. എല്ലാവരുടെ ഉള്ളിലും അത്രമാത്രം ശക്തി നിറച്ച് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. വചനം തുടർന്ന് പറയുകയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. സങ്കീർത്തനം 139 14-15 വചനങ്ങൾ ഇങ്ങനെയാ പറയുന്നത്, അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയനായി സൃഷ്ടിച്ചു. ഐ ആം എ മിറക്കിൾ. ഞാനൊരു അത്ഭുതമാണ്. എൻ്റെ ജീവിതം
അത്ഭുതമായി മാറാൻ വേണ്ടി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവം പറയുകയാണ്, നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തിന് അത്ഭുതങ്ങൾ സമ്മാനിക്കാൻ വേണ്ടിയാണ്. ഒരു വേസ്റ്റ് ആയിട്ടുള്ള ജീവിതമൊന്നുമല്ല. അത്ഭുതം സമ്മാനിക്കാൻ വേണ്ടി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട, ദൈവം തന്നെയായി മാറി ദൈവത്തെ തൊട്ടവരും ദൈവം തൊട്ടവരും അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലം, നിന്റെ ഭവനങ്ങൾ, നിന്റെ കുടുംബങ്ങൾ, ആയിരിക്കുന്ന എല്ലാ മേഖലകളും, ജോലിസ്ഥലങ്ങൾ, ബിസിനസ്സുകൾ അനുഗ്രഹമായി മാറാൻ വേണ്ടി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. വലിയ ഉത്തരവാദിത്വത്തോടെ അനേകം ഫലങ്ങൾ കായ്ക്കാൻ വേണ്ടി ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. ഐ എം എ സൊല്യൂഷൻ. ഞാൻ ലോകത്തിലുള്ള അനേകർക്ക് ഉത്തരമാണ്. അനേക വ്യക്തികളുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഉത്തരമാണ് ഞാൻ. ഈ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസിലേക്ക് അടുക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലുണ്ടാകേണ്ടത്. അബദ്ധത്തിൽ വന്നതല്ല, ഒരു മിസ്റ്റേക്ക് പറ്റിയതല്ല. അപ്പനമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ കരുതി ഒന്നിനും കൊള്ളില്ല. പരീക്ഷ തോറ്റപ്പോൾ കരുതി ഒന്നിനും കൊള്ളില്ല. അങ്ങനെയുള്ളവരുടെ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുക. പരീക്ഷയെ തോറ്റതിന് ജീവിതം അവസാനിപ്പിക്കുന്നവർ, വഴക്ക് പറയുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നവർ, പ്രേമം ഇല്ലാതാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നവർ. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, പറയുകയാണ്, നീ യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാ? അനേക നന്മകൾ നിന്നിൽ നിന്ന് പുറപ്പെടേണ്ടതുണ്ട്. നമ്മളെല്ലാവരും വചനം വായിക്കുന്നവർ. യേശുക്രിസ്തു എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മളെല്ലാവരും പറയുന്ന ഉത്തരവാണ്, എൻ്റെ പാപങ്ങളെ വിമോചിപ്പിക്കാൻ വേണ്ടി, എൻ്റെ നിത്യജീവനം ഉണ്ടാകാൻ വേണ്ടി. ശരിയാണ്, പാർഷ്യലി ശരിയാണ്. ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി കറക്റ്റ്. വചനം പറയുകയാണ്, തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വചനം, മനോഹരമായ വചനം, ജീവിതത്തെ മാറ്റിമറിക്കേണ്ട വചനം. ഇങ്ങനെ വചനം പറയുന്നത്, യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും അങ്ങനെ നിത്യജീവനുണ്ട്. അടുത്ത വചനം പ്രധാനപ്പെട്ടത്, സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി അവൻ ജീവൻ ബലിയർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഉന്നതമായ സദ്വാർത്ത ഇതാണ്. സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി, അതിന് തടസ്സമായി നിന്നിലുള്ളതിനെ എല്ലാം മാറ്റാൻ വേണ്ടി, ലോകത്തിന് ഗുണപ്രദമായി, ലോകത്തിന് അനുഗ്രഹപ്രദമായി നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ, പാരമ്പര്യത്തിൽ എന്തൊക്കെയുണ്ടോ, നിന്റെ ജീനിൽ എന്തൊക്കെയുണ്ടോ, അത് മാറ്റാൻ വേണ്ടി ഒരുവൻ വന്നു, നിനക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്നു. അവനാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പറയണം, അവന് വേണ്ടി ജീവിതം തുറക്കണം. നീ ശാപമായി മാറാൻ വേണ്ടി വന്നവനല്ല, നീ അനുഗ്രഹമായി മാറാൻ വേണ്ടി വന്നതാ. വചനം പറയുകയാണ്, സൽപ്രവൃത്തി ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി മാറ്റി നിർത്തുന്നതിന് വേണ്ടി അവൻ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഈ ലോകം മുഴുവൻ നന്മയായി മാറണം, ഈ ലോകം മുഴുവൻ അനുഗ്രഹം കൊണ്ട് നിറയണം, ഈ ലോകം മുഴുവൻ സന്തോഷം കൊണ്ട് സമൃദ്ധി കൊണ്ട് നിറയണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് മേലാണ് നിന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഒരിക്കൽ ത്രിപുരയിലെ ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ കണ്ടുമുട്ടുക. അവളുടെ ജീവിതം ഇങ്ങനെ ആകെ ദുരിതം പിടിച്ച ജീവിതം. ജീവിത പങ്കാളി കള്ളത്തരം കാണിച്ച് അയാൾ ജയിലിലാണ്. ഒരു പ്രതീക്ഷയില്ല, 2 മക്കളുണ്ട്. ജയിലിലായ കള്ളൻ എന്ന് വിളിക്കുന്ന ജീവിത പങ്കാളിയുടെ അപ്പനെയും കൂട്ടി ജീവിക്കുന്ന ഈ പാവപ്പെട്ട സ്ത്രീ, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല, എല്ലാ പ്രതീക്ഷയും തീർന്നു. എന്തിനു വേണ്ടി ജീവിക്കണം? മക്കളാണെങ്കിൽ 2 ആൺകുട്ടികൾ, അവർ മദ്യപാനം തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളെ കണ്ടുമുട്ടുക. ഇവളെ കണ്ടുമുട്ടി ഇവളോട്, ജീവിക്കുന്നവനായ, നിന്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാക്കുന്ന
ജീവിതത്തിന് അർത്ഥവും ജീവിതത്തിന് പൂർണ്ണതയും നൽകുന്ന ഒരുവനുണ്ട് എന്ന സത്യം ഇവളോട് സംസാരിക്കുന്നു. ഈ സത്യം കേട്ട് അവൾ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ത്രിപുരയുടെ ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറി ആരും എത്തിപ്പെടാത്ത ദേശങ്ങളിൽ വനങ്ങളുടെ ഉള്ളിൽ കഴിയുന്ന അനേകം ജനതയോട് ക്രിസ്തുവിൻ്റെ സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്ന ജാക്കി എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവളുടെ ജീവിതം അതുകൊണ്ട് തീരുന്നില്ല. അവൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജീവിത പങ്കാളി അവളെ ഉപേക്ഷിച്ചു. ഒറ്റയ്ക്കുള്ള യാത്ര, മക്കൾ 2 പേരുമുണ്ട്. ജീവിത പങ്കാളി അവളെ ഉപേക്ഷിക്കുക മാത്രമല്ല, ഗ്രാമത്തിലുള്ള മറ്റൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കാനും തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവൾ അനുഗ്രഹത്തിൻ്റെ പര്യായമാണ്. ഇതേ ജീവിത പങ്കാളിയുടെ അടുത്ത് പോയി ആ വ്യക്തി കൂടെ താമസിപ്പിക്കുന്ന സ്ത്രീയുടെ അടുത്ത് പോയി ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിയായി ഇന്ന് അവൾ മാറിയിരിക്കുന്നു. ഇന്ന് അവളുടെ പിന്നാലെ അനേകം വ്യക്തികൾ വരികയാണ് ക്രിസ്തുവിനെ അന്വേഷിച്ച്. അവളുടെ ദിവസങ്ങൾ എല്ലാ ദിവസവും ബിസിയായി മാറി. ഒരു കൂരക്കടിയിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്ന ഒരു വ്യക്തി ഇന്ന് അനേകർക്ക് ഗുണമായി ഫലപ്രദമുള്ള അനുഗ്രഹത്തിൻ്റെ പര്യായമായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും ഭയപ്പെടരുത്. ഇതിനെക്കുറിച്ച് എനിക്കൊരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞത്, നിന്റെ ജീവിതത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് അത് അനേകർക്ക് അനുഗ്രഹമായി മാറുമ്പോഴാണ്. അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ബലിയർപ്പിച്ചത്. പലപ്പോഴും ഈശോയെ രക്ഷകനും നാഥനുമായി നാം സ്വീകരിക്കുന്നത് നിത്യജീവനെ സംബന്ധിച്ച് മാത്രമാണ്, വ്യക്തിപരമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെയല്ല, എൻ്റെ ജീവിതം അനേകർക്ക് ഗുണപ്രദമായി മാറ്റാൻ വേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ജീവിതത്തിൽ എന്ത് നേടാൻ പറ്റും. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോഴും ഗ്രാജുവേഷൻ പഠിക്കുമ്പോഴൊക്കെ അവിടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഏറ്റവും പുറകിലായിട്ട് എൻ്റർ ചെയ്യണത്. അത്രമാത്രം കപ്പാസിറ്റികളില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോഴും കൂടെയുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല, അഭിമാനിക്കാൻ തക്ക ഒന്നുമില്ല. എന്നാൽ ദൈവം ഉയർത്തുക. ജീവിതം ക്രിസ്തുവിനെ സമർപ്പിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായി ഇടപെടാൻ തുടങ്ങി. ഏറ്റവും പിന്നിലായിരുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ അനുഗ്രഹം വരുമ്പോൾ ദൈവം മുന്നിലാക്കി മാറ്റുകയാണ്. വചനം പറയുന്നത് പോലെ, കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ ഏറ്റവും പിന്നിലായിരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നെ മുന്നിലാക്കി. പ്രിയപ്പെട്ട ഒരു ജീവിതം ദൈവത്തിനെ സമർപ്പിച്ചപ്പോഴാണ് ദൈവത്തിന് അനേകം അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങി, ബോധ്യം വരാൻ തുടങ്ങി. ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. മക്കളെ തന്നെ അനുഗ്രഹിച്ചു. 6 കുഞ്ഞുങ്ങളിൽ നിന്ന് എനിക്ക് ദൈവത്തിൻ്റെ സമ്മാനമായിട്ടുണ്ട്. 3 കുട്ടികൾ സ്വർഗത്തിൽ സമ്മാനമായിട്ടുണ്ട്. അങ്ങനെ 9 മക്കളുടെ അപ്പനായി തീരുമ്പോൾ എനിക്കറിയാം ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദൈവം എന്നെ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചത്. ഈ തിരിച്ചറിവ് എൻ്റെ ജീവിതം പൂർണ്ണമായി ക്രിസ്തുവിനെ സമർപ്പിക്കാനായി എന്നെ ശക്തിപ്പെടുത്തി. അങ്ങനെ ഒരു നാൾ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ലക്ഷങ്ങളെ ശമ്പളം മേടിക്കുന്ന ജോലി ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ ഫലങ്ങൾ കായ്ക്കുന്നതിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ പുറത്ത് മറ്റ് സ്ഥലങ്ങളിൽ അനേകം പേരെ ക്രിസ്തുവിന് വേണ്ടി നേടാനായി അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അനേകം കുഞ്ഞുങ്ങൾ ഉദരത്തിൽ വെച്ച് വധിക്കപ്പെടാമാവുന്ന പല കുഞ്ഞുങ്ങൾക്കും ദൈവത്തിൻ്റെ നാമത്തിൽ അപ്പനായി മാറാൻ ദൈവം അനുവദിക്കുന്നു. നാം ഓരോരുത്തരും ഈ വിളിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ ഉപേക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. കാരണം അവർക്ക് ഒത്തിരിയേറെ സാമ്പത്തിക ബാധ്യത കുഞ്ഞിലൂടെ വരികയാണ്. സർജറി ചെയ്യണം, അത് ചെയ്യണം. പോരാത്തതിന് ആ കുഞ്ഞ് ഒരു ഇല്ലീഗൽ ചൈൽഡാണ്. കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റി, കുഴപ്പമില്ല,
6 കുഞ്ഞുങ്ങളല്ലേ, ഒരു കുഞ്ഞിനെ കൂടെ നോക്കാനുള്ള കഴിവ് ദൈവം നൽകും. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പെൺകുട്ടി ഈ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ കുഞ്ഞ്. മരണത്തെ മുഖാമുഖം കണ്ട ആ കുഞ്ഞ് ഇന്ന് ജീവനോടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു പ്രവർത്തനം, നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഫലമായി മാറാൻ വേണ്ടിയാണ്. ചരിത്രത്തിലുടനീളം അനേകം വ്യക്തികൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അനേകർക്ക് ഫലമായി മാറിയ വ്യക്തികൾ. യുഗോസ്ലാവിയയിൽ ജനിച്ച തെരേസ എന്ന പെൺകുട്ടി, ആഗ്നസ് എന്ന മാമോദിസ പേരിൽ അറിയുന്ന തെരേസ, അവളുടെ ജീവിതം ക്രിസ്തുവിനെ സമർപ്പിച്ചതിന് ശേഷം ഒറ്റയാൾ പട്ടാളമായി 5 രൂപ സമ്പാദ്യത്തോടെ തുടങ്ങിയ തെരേസ ഇന്ന് മദർ തെരേസയായി വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ 5000-ഓളം സിസ്റ്റേഴ്സ്, 500-ലധികം ഭവനങ്ങൾ ഒരു വ്യക്തി ജീവിതം ക്രിസ്തുവിന് കൊടുത്തപ്പോൾ, പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് ഫലങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു മഹാവൃക്ഷമായി അവൾ മാറുകയാണ്. ഈ കാലഘട്ടത്തിലും യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഫലമുണ്ടാകണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ ഞാൻ നിന്നെ വിളിച്ചിരിക്കുക. 15-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം, നിങ്ങൾ പോയി ഫലം പുറപ്പെടുന്നവനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. യേശുക്രിസ്തു കടന്നു വരുന്നത് 100 മേനി ഫലമുള്ള വ്യക്തികളായി മാറുന്നതിനു വേണ്ടിയാണ്. ഇന്ന് ത്രിപുരയിലെ അനേകം വില്ലേജുകളിൽ ആളുകളുമായി സംസാരിക്കുമ്പോൾ പലരും കരഞ്ഞുകൊണ്ട് പറയും, ഞങ്ങളുടെ ജീവിതം മാറി. ഒരിക്കൽ ഞങ്ങളുടെ ടീം മെമ്പേഴ്സുമായി ത്രിപുരയിൽ പോകുമ്പോൾ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ഒരു സ്ത്രീ, കൂനുള്ള സ്ത്രീയാണ്. അവളുടെ ജീവിതം കൂനിപ്പോയിരിക്കുന്നു, ആരും സഹായിക്കാനില്ല, വലിയ ബെൽറ്റൊക്കെ ധരിച്ചിരിക്കുക. അങ്ങനെ ആ സ്ത്രീയെ അന്ന് ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നു, ക്രിസ്തുവിന് ജീവിതം സമർപ്പിക്കുന്നു. അന്ന് രാത്രി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഈ കൂനുള്ള സ്ത്രീയെ നസ്രാന യേശു ക്രിസ്തു സുഖപ്പെടുത്തി. പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ്. ഇന്ന് അവളുടെ ഭർത്താവ് ഇതേപോലെ തന്നെ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങുക. വളരെ പാവപ്പെട്ട ജീവിതം, മീൻ വിറ്റാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വരുമാനങ്ങൾ തുച്ഛമാണ്. എന്നിരുന്നാലും അദ്ദേഹം അതൊന്നും ഗവനിക്കാതെ അതിരാവിലെ മുതൽ വൈകുന്നേരം വരെ ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടാനുള്ള തീഷ്ണതയാൽ അനേക വ്യക്തികളുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി ഇന്നവിടെ പ്രവർത്തിക്കുക. ക്രിസ്തു കടന്നു വരുമ്പോൾ ചിന്തിക്കാത്ത 100 കണക്കിന് ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിലൂടെ നാം കടന്നു പോവുകയാണ്. നാം ഓരോരുത്തരുടെ ജീവിതവും ഒരു മദർ തെരേസ പോലെ അനേകർക്ക് അനുഗ്രഹമായി മാറാൻ വേണ്ടിയുള്ളതാണ്. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുകയാണ്, കണ്ണുകൾ കാണാത്ത ഒരു പദ്ധതി, ചെവികൾ കേൾക്കാത്ത ഒരു പദ്ധതി, മനുഷ്യ മനസ്സുകൾക്ക് ഗ്രഹിക്കാത്തൊരു പദ്ധതിയുണ്ട്. നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ലോകം മുഴുവനും പറയുകയാണ്, നിന്നെ ഒന്നിനും കൊള്ളില്ല. നിന്റെ അപ്പനെ നോക്ക്, നിന്റെ അമ്മയെ നോക്ക്, നാട്ടുകാരെ നോക്ക്, വീട്ടുകാരെ നോക്ക്, മാർക്ക് ലിസ്റ്റ് നോക്ക്, കഴിവുകൾ നോക്ക്, you're a fool. എന്നാൽ ദൈവം പറയുകയാണ്, കണ്ണുകൾ കാണാത്തൊരു പദ്ധതി, മനുഷ്യ മനസ്സുകൾക്ക് ഗ്രഹിക്കാനാകാത്തൊരു പദ്ധതി എനിക്ക് നിന്നെ കുറിച്ചുണ്ട്. അനേകർക്ക് അനുഗ്രഹപ്രദമായി മാറാനുള്ള ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നത്. ഈ പദ്ധതിയുടെ പൂർണ്ണത യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിലാകാത്തവൻ ഈ പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് വരുന്നില്ല. കാരണം അവനാണ് ജീവന്റെ പൂർണ്ണത.
അവനാണ് സൗഖ്യത്തിൻ്റെ പൂർണ്ണത. അവൻ സൃഷ്ടാവായതുകൊണ്ട് വചനം പറയുകയാണ്, നീ യേശുക്രിസ്തുവിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ നീ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ യേശുവിനോട് ചേരുമ്പോൾ മാത്രമേ നിന്നിൽ യഥാർത്ഥ ഫലങ്ങൾ വരികയുള്ളൂ. ഇന്നൊക്കെ നാട്ടിൻപുറങ്ങളിൽ, കൃഷിയിടങ്ങളിൽ അനേകം മരങ്ങൾ നമുക്ക് കാണാം. ചക്കയും മാവും ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഇതൊക്കെ പലപ്പോഴും ഇതിൻ്റെ ശിഖരങ്ങൾ വെട്ടി നിലത്തിട്ട് കഴിഞ്ഞാലും ചെറിയ ഫ്രൂട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഗുണപ്രദമല്ല, ഉപകാരത്തിൽ കൊള്ളില്ല. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന പലരുടെയും ജീവിതങ്ങൾ ഉപകാരപ്രദമായി മാറാത്തത്, അനേകർക്ക് ആസ്വാദികരമായി മാറാത്തത്, ജീവന്റെ നാഥനിലേക്ക് കടന്നു വരാത്തത് കൊണ്ട്. ജീവന്റെ നാഥൻ ആരാണെന്ന് അറിയില്ലാത്തൊരു വ്യക്തി, ജീവൻ എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് അറിയില്ലാത്തൊരു വ്യക്തി, പ്രിയപ്പെട്ടവരെ, അവൻ ഒരിക്കലും ഫലമുള്ള വ്യക്തിയായി മാറില്ല. അവൻ തൻ്റെ ജീവിതത്തെ നോക്കി, സഹനത്തെ നോക്കി ഇങ്ങനെ പഴിച്ചിരിക്കും, ദുഃഖത്തെ നോക്കി പഴിച്ചിരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നോക്കി പഴിച്ചിരിക്കും, മാതാപിതാക്കളെ നോക്കി പഴിച്ചിരിക്കും. അയ്യോ, എൻ്റെ മാതാപിതാക്കൾക്ക് ഗുണമില്ല, അവർക്ക് ശക്തിയില്ല. ഇന്ന് അനേക യുവജനങ്ങൾ പറയുക, സമ്പത്തില്ല, എന്നാൽ എല്ലാം തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ വിശ്വസിക്കണം. എല്ലാം നിനക്ക് നൽകാൻ വേണ്ടി സ്വയം ശൂന്യമായി തീർന്ന ഒരുവനുണ്ട്, അവൻ്റെ പേരാണ് യേശുക്രിസ്തു. അവൻ നിന്റെ ജീവിതത്തെ അനേകരുടെ മുമ്പിൽ വിലയുള്ളതാക്കി മാറ്റും. യെശയ്യായുടെ പ്രവചനം 49 അധ്യായം 6 വചനത്തിൽ പറയുകയാണ്, ഇതാ നിന്നെ വിളിച്ചിരിക്കുന്നത് അനേകരുടെ മുമ്പിൽ നിന്റെ തലയുയർത്തി നിൽക്കാൻ വേണ്ടിയാണ്. യെശയ്യായുടെ പ്രവചനം 49 ഇങ്ങനെ പറയുകയാണ്, അവിടെ അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തിക്കുന്നതിന് നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി ഞാൻ നൽകും. 7 വചനമാണ് ഏറ്റവും മനോഹരമായ വചനം. ഹൃദയത്തിൽ ഈ ക്രിസ്മസിലേക്ക് അടുക്കുമ്പോൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു വചനമാണ് യെശയ്യായുടെ പ്രവചനം 49 7 വചനം. ഹൃദയത്തിൽ കുറിച്ചിടണം, വീണ്ടും വീണ്ടും വായിക്കണം, ധ്യാനിക്കണം. ഇങ്ങനെ വചനം പറയുന്നത്, ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ഈ ലോകത്തിൻ്റെ തന്നെ ദാസനും ദാസ്യവൃത്തി ചെയ്യുന്നവനുമായ നിന്നോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. വിശ്വസിക്കണം. ഇങ്ങനെ പറയുന്നത്, നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം, വേറെ ആര് നിമിത്തമല്ല, നിന്റെ ഡിഗ്രി നിമിത്തമല്ല, കഴിവുകൾ നിമിത്തമല്ല, നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. ക്രിസ്തുവിലായിരിക്കുന്നവർ ഈ വിളിക്ക് വേണ്ടി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ജനതകളാൽ നിന്ദിതനും അപമാനിതനും മരണത്തെ മുഖാമുഖം കണ്ട് ഫലരഹിതമായ ജീവിതത്തെ പഴിച്ചു കഴിയുന്ന, ജീവിത പങ്കാളിയില്ല, മക്കളില്ല, ഒറ്റയ്ക്കാണ് താമസം, കുഴപ്പമില്ല, ഒരു ഡിഗ്രി ഇല്ല, കുഴപ്പമില്ല, ആരും സഹായിക്കാനില്ല, കുഴപ്പമില്ല. വചനം പറയുകയാണ്, ജനതകളാൽ നിന്ദിതനാക്കപ്പെട്ട ഒഴിവാക്കപ്പെട്ട നിനക്കൊരു സദ്വാർത്തയുണ്ട്. അനേകരുടെ ദാസ്യൻ എന്നതുപോലെ ജീവിക്കുന്ന നിനക്കൊരു സദ്വാർത്തയുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിശ്വസിക്കണം. ആ സദ്വാർത്തയാണ് വചനം പറയുന്നത്, ഈ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കും, പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. യേശുക്രിസ്തു മൂലം, യേശുക്രിസ്തുവിനോട് ചേർക്കപ്പെടുന്ന ഓരോ വ്യക്തിയും നൂറുമേനി ഫലമുള്ളവരായി മാറുന്നു. ഇവിടെ ഈശോ പറഞ്ഞത്,
ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ഫലമുണ്ടാകാനും 100 മേനി ഫലമുണ്ടാകുന്നതിനും വേണ്ടിയാണ്. ഈ ഫലത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിക്കാനാവുമോ? നിന്റെ ജീവിതം പൂർണ്ണമായി വിട്ടുകൊടുക്കാനാവുമോ? അങ്ങനെയെങ്കിൽ നിന്നിൽ നിന്ന് യഥാർത്ഥ നന്മ വരും. ഏറ്റവും വലിയ സൽപ്രവൃത്തി എന്താ പ്രിയപ്പെട്ടവരെ? ഏറ്റവും വലിയ നന്മ പ്രവൃത്തി എന്താ? ഭൂമിയിൽ ഏറ്റവും ദരിദ്രനാരാ? അമ്മ തെരേസ എങ്ങനെയാ പറയുന്നത്? ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അനേകം ദരിദ്രരെ സഹായിക്കാൻ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ അമ്മ തെരേസ പറയുക, ദൈവമില്ലാത്തവനല്ലേ യഥാർത്ഥത്തിൽ മഹാദരിദ്രൻ? ദൈവമില്ലാത്തവനല്ലേ യഥാർത്ഥത്തിൽ മഹാദരിദ്രൻ? അവൻ ആരുടെ അടുത്ത് കരയാൻ പോകും? അവൻ ആരുടെ അടുത്ത് നിലവിളിക്കാൻ പോകും? പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നന്മ പ്രവൃത്തി. ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ലോകത്തിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ സൽപ്രവൃത്തി. ഒരു വ്യക്തി തീരുമാനിച്ചാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഫലങ്ങൾ ഉണ്ടാകാൻ, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ തീരുമാനിച്ചാൽ ഉടനടി സംഭവിക്കുന്ന കാര്യമാണ്, നീ ലോകത്തിൻ്റെ പ്രകാശമായി മാറും. ഇതിൽ നിന്ന് പ്രകാശം പ്രസരിക്കാൻ തുടങ്ങും. നല്ല വചനം പറയുന്നത്, അന്ധകാരത്തിലായിരുന്ന ഒരു ജനത ഒരു പ്രകാശം കണ്ടു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നിന്നിലേക്ക് കടന്നു വരുന്നത് ഈ ജനതയുടെ അനേക ഹൃദയഭാരത്തിൻ്റെ ഉത്തരവുമായിട്ടാണ്. പുറപ്പാട് ദിവസം 3-ാമത്തെ അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലും കാണുന്ന മനോഹരമായൊരു വിവരണം ഇതാണ്. മോശനെ വിളിക്കുമ്പോൾ പറയുകയാണ്, ഇതാ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, ഇതാ ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കുകയാണ് ഇതിനു വേണ്ടി, ഈ ജനത്തെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം അനേകരുടെ കണ്ണുനീരൊപ്പാൻ, അനേകരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിക്കും. മദർ തെരേസയെ പോലെ ഉപയോഗിക്കും, അനേക വിശുദ്ധാത്മാക്കളെ പോലെ ഉപയോഗിക്കും. നിന്റെ ജീവിതം അനേകരുടെ ഹൃദയത്തിൻ്റെ ചോദ്യങ്ങൾക്ക്, കരച്ചിലുകൾക്ക് ഉത്തരമായി മാറും. അതിനുവേണ്ടി യേശുക്രിസ്തുവിൽ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. ഇതനേകം ഗ്രാമങ്ങളിലും അനേകം ഭവനങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ ദാഹത്തോടെ കാത്തിരിക്കുന്ന അനേകം മനുഷ്യർ, വേദനയോടെ കാത്തിരിക്കുന്ന അനേകം മനുഷ്യർ, ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവർ, ഒരു ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് കാണുക, ഒരു മനുഷ്യൻ 2 വടിയും കുത്തിപ്പിടിച്ച് ഇരിക്കുക. അയാൾ കിടപ്പായിരുന്നു, അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അച്ഛനോടൊപ്പം അവിടെ വീട്ടിൽ ചെല്ലുക. ഒരു സ്റ്റൂളിൽ ദിവികാരൻ്റെ നാഥനെ എഴുന്നള്ളിച്ച് വെച്ച് തിരികത്തിച്ച് 2 സൈഡിലിരുന്ന് പ്രാർത്ഥിക്കുക. വ്യക്തിയെ സംബന്ധിച്ച് ആരുമില്ല, മക്കളൊക്കെ ഏകദേശം ഉപേക്ഷിച്ചു പോയവരെയാണ്. കാരണം ഇദ്ദേഹം ഒരു യൂസ്ലെസ് ഫെലോവാണെന്നാണ് നാട്ടുകാരും വീട്ടുകാരും പറയുന്നത്. ഒരു ഉപകാരമില്ല, നടക്കാൻ പോലും പറ്റില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവികാരനും എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് നടക്കാനുള്ള കൃപ കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ! അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല എന്ന് വിചാരിച്ചിരുന്ന, ഇനി എന്നെക്കൊണ്ട് ആർക്കും ഒരു ഗുണമില്ല, ഞാൻ ജീവിതത്തിന് ഭാരമായി എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ക്രിസ്തു കീഴ്മേൽ മറിക്കുക. ഇന്ന് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവം നിന്നോട് പറയുക, ഓരോ പ്രഭാതം കൂടെ തരുമ്പോൾ ദൈവം പറയുകയാണ്, നിന്നിലുള്ള പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല, ഇതാ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരുങ്ങുകയാണ്. അനേകം പേരുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരമാണ് നിന്റെ സൃഷ്ടി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഫലദായകമായ 100 മേനി ഫലമുള്ള, ലോകത്തിനും നാടിനും വീടിനുമൊക്കെ അനുഗ്രഹമായി മാറുന്ന ഒരു ജീവിതമായി മാറാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ വിളിക്കുക. അതുകൊണ്ട് വചനം പറയുന്നത്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഫലദായകമായ, അനുഗ്രഹപ്രദമായ, ലോകത്തിന് അനുഗ്രഹമുള്ളവരായി മാറുന്നതിന് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവെന്ന നാമമല്ലാതെ. ഹല്ലേലൂയ! സ്വന്തം ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവൻ വരും. 100 മേനി ഫലം, അനേകം പേർക്ക് അനുഗ്രഹം,
അനേകരുടെ ജീവിതങ്ങൾ മാറ്റിമറിക്കുന്ന ഒരു ജീവിതമായി മാറുന്നതിന് വേണ്ടി, അതിനുവേണ്ടി ക്രിസ്മസ് പടിവാതിൽക്ക് വന്ന് നിൽക്കുക. സന്തോഷത്തോടെ, അതിലുപരി ആഗ്രഹത്തോടെ, തീഷ്ണതയോടെ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങണം. കാരണം നീ ഒരു അനുഗ്രഹമായി മാറാൻ പോവുക. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. അനുഗ്രഹമായി മാറാൻ വേണ്ടി ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ അനുഗ്രഹമായി മാറും. ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ അനുഗ്രഹമായി മാറും. എൻ്റെ ജീവിതം ഈശോയോട് ഞാൻ ചേർത്ത് വയ്ക്കുക. പൂർണ്ണമായി ഈശോനെ സ്വീകരിക്കാമോ? പൂർണ്ണമായി ഈശോനെ സ്വീകരിച്ച് പ്രഖ്യാപിക്കാമോ? ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാനൊരു അനുഗ്രഹമായി മാറും. ലോകത്തിൻ്റെ പ്രതിസന്ധികളെ ഞാൻ ചവിട്ടിക്കയറും. അതിൻ്റെ മുകളിലൊരു ജീവിതം എനിക്കുണ്ട്. ഇന്നുവരാർക്കും വേണ്ടാത്തവനായി ഞാൻ ജീവിച്ചുവെങ്കിൽ ഇന്നിതാ ദൈവത്തിൻ്റെ കൃപ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അന്ധകാരത്തിലുള്ളവർക്ക് പ്രതീക്ഷയായി, പ്രത്യാശയായി, ജീവനായി, പ്രകാശമായി ഇതാ ദൈവത്തിൻ്റെ കൃപ നീയും അനേകരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ഹൃദയപൂർവ്വം ഈശോയോട് പറയാം. ഈശോയെ, നിൻ്റെ കൃപ, ആ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഇതാ ഈ കൃപയിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. പൂർണ്ണമായി അർപ്പിക്കുക. അനുഗ്രഹമായി മാറാൻ വേണ്ടി വിളിക്കപ്പെട്ട, സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ട നിൻ്റെ ജീവിതം ഇന്ന് മാറാൻ തുടങ്ങുക. അവനെ വിളിച്ചുകൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം പാടി നമുക്ക് ആരാധിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ഈ ലോകത്തിലെ ഒന്നും, ഈ ലോകത്തിൽ അനുഗ്രഹമായി മാറാൻ വേണ്ടി പലവിധ ടെക്നിക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. പലവിധ കുറുക്കുവഴികൾ തേടിയിട്ടുണ്ട്. ഇതെല്ലാം ജീവിതം നാശത്തിലേക്കും ദുരിതത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഈ ലോകമല്ല, ക്രിസ്തു എനിക്കെല്ലാമാണ്. വിശ്വാസത്തോടെ ക്രിസ്തുവിനെ സമർപ്പിച്ചുകൊണ്ട്, അവിടുത്തെ ക്ഷണിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും, എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം. യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവത്തിന്റെ കൃപയ്ക്ക് പൂർണ്ണമായി അർപ്പിക്കുക. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ജീവിതം പൂർണ്ണമായി ക്രിസ്തുവിന് വിട്ടുകൊടുക്കാം. ജീവിതത്തിലെ എല്ലാ മേഖലകളും ഈ ദിവസം നീ തുറന്നു കഴിഞ്ഞാൽ അവിടുന്ന് കടന്നു വരും. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് തൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിന്നെ ഫലങ്ങൾ പുറപ്പെടാൻ തുടങ്ങും. ഈശോ നിന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്, ഈശോയുടെ സ്നേഹത്തിൻ്റെ നിറവാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് ഈശോ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ആത്മാവിനാൽ നിന്നെ നിറയ്ക്കുകയാണ്. നിന്റെ ഉള്ളിലൂടെ ജീവരസമായ പരിശുദ്ധാത്മാവ് ഒഴുകിയിറങ്ങും. പ്രിയപ്പെട്ടവരെ, ഈശോനെ സ്നേഹിക്കാൻ തുടങ്ങിയ ആത്മാവ് വരും. ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കാമോ? ഓ പരിശുദ്ധാത്മാവേ, ഇതാ എൻ്റെ ജീവിതം. ഓ പരിശുദ്ധാത്മാവേ, ഇതാ എൻ്റെ ജീവിതം. എന്നെ ഏറ്റെടുക്കണമേ,
യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവിലൂടെ ഒഴുകിയിറങ്ങുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നിറയെ ഫലങ്ങളുള്ള വ്യക്തിയായി മാറാൻ പ്രിയ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ദാഹത്തോടെ ഈശോയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ പരിശുദ്ധാത്മാവിന് വേണ്ടി ഫലമുള്ളവരാകാൻ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, ദാഹത്തോടെ വിളിക്കാം. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വലിയ ദാഹത്തോടെ വിളിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ഓ പരിശുദ്ധാത്മാവേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മൾ കഴുകപ്പെടാൻ വേണ്ടി പുതിയ സൃഷ്ടിയായി മാറാൻ ക്രിസ്തുവിലായിരിക്കുന്നവൻ പഴയവനല്ല, അവൻ പുതിയതാണ്, അനുഗ്രഹത്തിൻ്റെ പര്യായമാണ്. പാപിനിയുടെ കൂടെ എണ്ണപ്പെട്ട മഗ്ദലന മറിയത്തെ പോലെ, എന്നാൽ ഇന്നവൾ യേശുക്രിസ്തുവിലായപ്പോൾ പുതിയ സൃഷ്ടിയാണ്. ആടുകളുടെ മണമുണ്ടായിരുന്ന ദാവീദ് ഇന്നവൻ രാജാവാ. ആത്മാവിനോട് പ്രാർത്ഥിക്കണം, പാപത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകി എന്നെ ഗുണമുള്ളതാക്കി മാറ്റണമേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ ആയിരിക്കുന്ന ഇടങ്ങളിൽ കരമുയർത്തി വിളിക്കട്ടെ. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവേ വരണമേ. ആത്മാവേ, ആത്മാവാം ദൈവമേ വരണേ. തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പുതിയൊരു പെന്തക്കോസ്ത് അനുഭവം. ഗുണമില്ലാതിരുന്ന വ്യക്തികൾ ഗുണപ്രദമായ വ്യക്തികളായി മാറിയത്, പച്ചവെള്ളം പോലെ ആയവർ രുചിയും ഗുണവും മണമുള്ളവരായി മാറിയ പെന്തക്കോസ്ത. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ ലോകാതിർത്തി വരെ നീ എനിക്ക് സാക്ഷിയായി മാറും, അനേകരുടെ ജീവിതങ്ങളെ കീഴ്മേൽ മറിക്കുന്നവനായി മാറും. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, പുതിയൊരു പെന്തക്കോസ്ത് അനുഭവം ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ ഗുണമുള്ളവരായി, മണമുള്ളവരായി, നിറമുള്ളവരായി, രുചിയുള്ളവരാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവേ പുതിയൊരു പെന്തക്കോസ്തയായി കടന്നു വരണമേ. പെന്തക്കോസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കോസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ,
വസിക്കാൻ വരണേ. ജീവിതങ്ങളെ പൂർണ്ണമായി പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാം. ഈ ഒരു ക്രിസ്മസിലേക്ക് പ്രവേശിക്കുമ്പോൾ ആത്മാവ് നിന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. ജീവിതത്തിനർത്ഥം, നിന്റെ ജീവിതം ഒരനുഗ്രഹം. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയെ ഒരുക്കിയതുപോലെ നിന്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളെയും ഒരുക്കുകയാണ്, ക്രിസ്തുവിനോടൊന്നായിത്തീരാൻ. അങ്ങനെ അനേകർക്ക് അനുഗ്രഹമായി മാറാൻ, നൂറുമേനി ഫലം കൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം പകരാൻ ക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ ക്രിസ്മസ് ജീവിതത്തിൽ പുതിയൊരർത്ഥവും പുതിയൊരു സന്തോഷവും പുതിയൊരു ആനന്ദവും നൽകുന്ന അനുഗ്രഹത്തിൻ്റെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് വിളിക്കപ്പെടുന്ന, നിന്റെ നാട്ടിലും വീട്ടിലും ലോകത്തെങ്ങും അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുന്ന ഒരു ക്രിസ്മസായി ഈ ക്രിസ്മസ് മാറട്ടെ. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവിതം തുറന്നു കൊടുക്കുക, ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ആൾ.